ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് തൈക്കാട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ. പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. മിയക്കുട്ടിക്ക് ചെറിയൊരു പനി ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പനിയുടെ ഇതൊക്കെ കഴിഞ്ഞു. എന്നാലും ആൾക്ക് ചെറിയൊരു ക്ഷീണവും അസ്വസ്ഥതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിലൊന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ രാവിലെ 8 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടോ. മിയക്കുട്ടി ആദ്യം കുറച്ച് നല്ല ആക്റ്റീവായിരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര തിരക്ക്, വണ്ടികളൊക്കെ ഭയങ്കര തിരക്ക്. ബിക്കോസ് ഇന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ആകുമ്പോൾ അറിയാമല്ലോ, നല്ല രീതിയിൽ തിരക്കുണ്ടാവും റോഡിലൊക്കെ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അമ്മയെക്കുട്ടി ഞാനിങ്ങോട്ട് ഫോട്ടോ എടുത്ത് കളിക്കുവാണ്. പാവൻ്റെ അമ്മ OP എടുക്കാൻ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വിശപ്പ്. മിയക്കുട്ടിക്കല്ല, എനിക്കാണ് കേട്ടോ വിശപ്പ്. എന്നാലും എനിക്കിഷ്ടമുള്ള ബ്രൗണി വാങ്ങിച്ച് മിയക്കുട്ടിക്ക് കൊടുക്കാം എന്ന വേലയിൽ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ മിയക്കുട്ടിക്ക് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണേ. പിന്നെ മിയക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. മിയക്കുട്ടി കഴിക്കുന്നുമുണ്ട്. എങ്ങനെ എനിക്ക് പണി കിട്ടി എന്നെനിക്ക് മനസ്സിലായി. എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അവൾക്ക് തന്നെ ഞാൻ ഫുള്ള് ബ്രൗണി കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. നല്ല വെയിലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാറും ഇവിടെ ഇല്ല. ബിക്കോസ് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ എൻ്റെ ബ്രദർ എവിടെയോ കൊണ്ട് പാർക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ ആളിതാ വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞാനും അമ്മയും ഇടയ്ക്ക് ഫോട്ടോയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. മിയക്കുട്ടി വെയിലൊന്നും അടിക്കാതെ ഒതുങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽപ്പ് തന്നെ. അങ്ങനെയായിട്ടും വണ്ടി വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ നുണ പറയാൻ തുടങ്ങി. ഓരോന്നിങ്ങനെ പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ മിയക്കുട്ടി ഒന്നും ശ്രദ്ധിക്കാതെ റോഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. നമ്മുടെ സാൻഡ്വിച്ച് ഞാൻ ഓൾറെഡി ആ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ച് കഴിച്ചു. പിന്നെ കട്ട്ലറ്റ് കഴിച്ചു. മിയക്കുട്ടിക്ക് ഒരു വിശപ്പുമില്ല. പിന്നെ അതിൻ്റെ കെട്ടിയവും വിളിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അതിനുശേഷം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയുണ്ട് കേട്ടോ. ആ ഒരു പള്ളിയിൽ എനിക്ക് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിൽ ഇറങ്ങി ആ ഒരു കുരിശടിയിൽ പോയി പ്രാർത്ഥിച്ചു. എന്തോ ഒരു ഭയങ്കര ആശ്വാസം എനിക്ക് കിട്ടി കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.